കേൾക്കാതെ കൂടെ നടക്കുകയല്ല, ഒന്നും കാണാതെ കൂടെ നടക്കുകയല്ല, ഒന്നും പറയാതെ കൂടെ നടക്കുകയല്ല, പറയുകയും കേൾക്കുകയും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ അവൻ നടന്നു. അവരോട് അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ അവനോട് തങ്ങളുടെ വേദനകൾ പറഞ്ഞപ്പോൾ അവൻ അത് കേട്ടു. എല്ലാം കേട്ട് നടന്നു. ഒടുവിൽ അവർ സംസാരം നിർത്തിയപ്പോൾ അവരോട് പറഞ്ഞുകൊടുത്ത് നടന്നു. കൂടെ വസിക്കാൻ വിളിച്ചപ്പോൾ കൂടെ വസിച്ചപ്പോൾ അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. കൂടെ നടന്ന് പറയുന്നത് കേട്ട് നമ്മെ തിരിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ കണ്ണുകൾ തുറന്നു തന്ന് ഹൃദയം ജ്വലിപ്പിക്കുന്ന സ്നേഹിതൻ കൂടെയുണ്ടെന്ന് അറിയണം. ഈശോയേ, നിന്റെ ഓരോ യാത്രയിലും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഉദ്ധിതനായ ഈശോ കൂടെ നടക്കുന്നുണ്ട്. അവൻ നിന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? നീ കേൾക്കുന്നില്ല. നിന്റെ വേദനകൾ എന്നോട് നീ പറയുന്നില്ല. ആ വേദനകൾക്ക് അവൻ പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. വെറുതെ കേൾക്കല്ല. നീ പറയുന്നൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ് എന്ന് പറയല്ല. തിരുത്തി തരുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ഈശോ വിളിച്ച്, മോഷന്മാരെ, മണ്ടി മടയാ, ബുദ്ധിയില്ലാത്തവരെ, വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രഹിക്കാൻ കഴിയില്ലാത്തവരെ എന്ന് പറഞ്ഞ് അവർക്ക് വെറുതെ വഴക്ക് പറയല്ല. ചില ആളുകള് വെറുതെ വഴക്ക് മാത്രം പറയുള്ളൂ. ഹല്ലേലൂയ. ഈശോ കൂടെ നടന്ന് അവരെ പഠിപ്പിച്ച് ഹൃദയം ജ്വലിപ്പിച്ച് ബുദ്ധി പ്രകാശിപ്പിച്ച് കൂടെ നടക്കുന്നവനായി. അതുകൊണ്ടാണ് അമ്മത്രേശ പറയുന്നത്, റെപ്രസ് ബിഹോൾഡ് ഹൗ lovingly and humbly he is teaching you. എളിമയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കരുതലോടുകൂടെ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.